ജിൻഡോ, പൊതുജനവികാരം വരുമ്പോൾ ആ വികാരം മനസ്സിലാക്കി തിരുത്തുക എന്ന് പറയുന്നത് ജനാധിപത്യപരമാണ്. താങ്കൾ നേരത്തെ അക്കാര്യം പറഞ്ഞത് ഞാൻ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഇത് ഹണിമൂൺ പീരീഡാണ്. സർക്കാരിൻ്റെ ആദ്യത്തെ 6 മാസങ്ങൾ അങ്ങനെ വലിയ കൂരമ്പുകളൊന്നും ഏൽക്കാറില്ല. മാധ്യമങ്ങളും പൊതുസമൂഹവും പ്രതിപക്ഷവും ഒക്കെ ഒരു ഹണിമൂൺ പീരീഡ് വകവെച്ച് തരാറുണ്ട് സാധാരണ നിലയിൽ സർക്കാരുകളെ സംബന്ധിച്ച്. വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട സമയമായിട്ടില്ല ഇപ്പോൾ. പക്ഷേ ആവർത്തിച്ച് യു ടേണുകൾ ഉണ്ടാവുന്നു, പൊതുസമൂഹത്തിൽ അസംതൃപ്തി ഉണ്ടാവുന്നു എന്നുള്ളത് ഗൗരവത്തോടു കൂടി കാണേണ്ട ഒന്നല്ലേ? തിരുത്തൽ എന്നുള്ളതിനപ്പുറത്ത് തിരുത്തേണ്ടി വരുന്ന തീരുമാനങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം. തീർച്ചയായിട്ടും അഭിലാഷ്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് അരുൺകുമാർ പറഞ്ഞ 1-2 കാര്യം രാഷ്ട്രീയ അഭിപ്രായം ആയതുകൊണ്ട് മറുപടി പറയണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ടേൺ തുടങ്ങി തന്നെ ആഗോള അയ്യപ്പ സംഗമത്തെ പൊളിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തോ ഗൂഢാലോചന നടത്തി അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചു എന്നുള്ളൊരു രീതിയിലാണ് അത് അദ്ദേഹം പ്രസംഗം ചെയ്തത്. എനിക്ക് അരുൺകുമാരോട് ഒറ്റ കാര്യമുള്ളൂ. ആഗോള അയ്യപ്പ സംഗമം പരാജയമായിരുന്നു എന്നും അത് തെറ്റായ നടപടിയായിരുന്നു എന്നും അതൊരു സർക്കാർ ചെയ്യേണ്ട പരിപാടിയല്ലായിരുന്നു എന്നും അതിൽ യോഗി ആദിത്യനാഥിൻ്റെ ആശംസാപത്രം വായിച്ചത് തെറ്റായിരുന്നു എന്നും വെള്ളാപ്പള്ളി നടേശന് എൻഡോഴ്സ്മെന്റ് കൊടുത്തത് തെറ്റായിരുന്നു എന്നും ഒക്കെ നിങ്ങളുടെ പാർട്ടിയുടെ തിരുത്തലിൻ്റെ ഭാഗമായിട്ട് താങ്കൾ നേരത്തെ പറഞ്ഞ തിരുത്തലിൻ്റെ ഭാഗമായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല കാര്യം. അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് നിങ്ങളിത് ചെയ്തതുകൊണ്ടാണ്. എൻ്റെ ചോദ്യം അതല്ല. ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ പേരിൽ ഊരാളുങ്കലിന് കൊടുക്കേണ്ട നോക്കുകൂലിയാനത്തിലുള്ള കണക്ക് ഇതുവരെ വെച്ച് തീർന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയാം. അത് തന്നെ ആ ആഗോള അയ്യപ്പ സംഗമം തന്നെ ഒരു ഭൂലോക തട്ടിപ്പായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും ഒരു തർക്കം ഉണ്ടാകാൻ സാധ്യതയില്ല. വിമാനത്തിൽ വന്ന് ശീതീകരിച്ച റൂമിൽ താമസിച്ച് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് പോയ ആളുകൾ കഴിച്ചത് 1000-കണക്കിന് 10000-കണക്കിന് രൂപയുടെ ഭക്ഷണമായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ സാധാരണ പാവപ്പെട്ട സഖാക്കന്മാർ ഞെട്ടിയത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ തോറ്റത്. നിങ്ങൾ തോറ്റതിനെ ഞാൻ മോശമാക്കി പറയുന്നല്ല. അപ്പോൾ ഞാൻ പറയുന്ന അതാണ്. ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞു അതും ഈ UDF എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തു, തെറ്റായ കാര്യങ്ങൾ ചെയ്തു, അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തോ ശ്രമിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ശബരിമല സ്വർണ്ണക്കൊള്ള നിങ്ങൾ എന്നാണ് അറിഞ്ഞത്? നിങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഒരു കാര്യം നിങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് മൂടി വെച്ചു? വിജിലൻസ് റിപ്പോർട്ട് മൂടി വെച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽപ്പെട്ട ആളുകളുടെ പേരിലുള്ള നടപടിക്രമങ്ങളിൽ നിങ്ങളുടെ പാർട്ടി അമാന്തം കാണിച്ചു. പത്മകുമാറിനെതിരെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഏതാ ഈ ഞങ്ങൾ? CPM മാത്രമോ? CPMന്റെ മാത്രം പ്രശ്നമല്ലെന്നേ പത്മകുമാർ. ഈ നാട്ടിലെ പൊതുസമൂഹത്തിന്റെ ഒരു പ്രശ്നമാണ്, വിശ്വാസികളുടെ ഒരു പ്രശ്നമാണ്, അമ്പലക്കൊള്ള നടത്തിയ ഒരു വിഷയമാണ്. അത് ഞങ്ങൾ സൗകര്യമുള്ളപ്പോൾ തീരുമാനിച്ചോളാന്ന്. കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ടാണെന്ന്. കുറ്റപത്രം കൊടുക്കാതെ ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് പോയതെന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് സംശയങ്ങളും ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ട്. എനിക്ക് അവിടെ നിങ്ങളോട് ഒരു ചോദ്യം, ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ കേരളത്തിലെ ഹൈക്കോടതിയും SIT നടത്തുന്ന അന്വേഷണം ശരിയായിരുന്നു എന്നുള്ള താങ്കളുടെ പാർട്ടിയുടെ ഇതുവരെയുള്ള വാദം? അങ്ങനെ ശരിയായിരുന്ന അന്വേഷണം നടത്തുന്ന SITയും നിരീക്ഷണം നടത്തുന്ന ഹൈക്കോടതിയും ഏതെങ്കിലും ഘട്ടത്തിൽ കോൺഗ്രസിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം നടത്തിയായിട്ട് നിങ്ങൾക്ക് അറിയാമോ? ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ തെളിവുകൾ കൊടുക്കേണ്ടതല്ലേ? ഇനി നിങ്ങൾക്ക് അത് നേരത്തെ അറിയാമെങ്കിൽ നിങ്ങളുടെ കാലത്ത് അക്കാര്യത്തിൽ കേസെടുത്ത് അങ്ങനെ ഇടപെട്ടിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ പിടിച്ച് ജയിലിലിടണ്ടേ? എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നേ? ഈ മുരാരി ബാബു അടക്കം ഈ പത്മകുമാർ അടക്കമുള്ള അതുപോലെയുള്ള നേതാക്കന്മാരൊക്കെ നിങ്ങളുടെ നേതാക്കന്മാരല്ലേ ശബരിമല സ്വർണ്ണക്കളയിൽ ജയിലിൽ പോയത്? ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ജയിലിൽ പോയോ? നിങ്ങളുടെ നേതാക്കന്മാർ കൊള്ളയടിച്ചു, അവർ ജയിലിൽ പോയി. ഇപ്പോഴും നിങ്ങൾ പറയാം കോൺഗ്രസ് എന്തോ കുഴപ്പം ചെയ്തു എന്ന്. അപ്പോഴും ഞാൻ പറയുന്നത് അവിടെ വരുന്ന അടുത്ത പ്രശ്നം, ഈ മംഗലാപുരത്ത് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് അദ്ദേഹം സ്വകാര്യ സന്ദർശനം നടത്തി, അദ്ദേഹം മറ്റു പലരെയും കണ്ടു എന്നുള്ളതൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾക്ക് അതിൽ വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം അത്തരത്തിൽ എന്ത് ശ്രമം നടത്തി? അതിൽ നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടോ? അദ്ദേഹം അങ്ങനെ യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്, അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഫേവർ ചെയ്തതുമായി ബന്ധപ്പെട്ട അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണെന്ന് വിളിച്ചു പറഞ്ഞത് ആരാണ്? വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിൽ അവർ പാർട്ട്ണർ എന്നാണ് പറഞ്ഞത്. അദാനി അപ്പോൾ നിങ്ങൾക്ക് മോശപ്പെട്ട ആളായോ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതിൽ തരം പോലെ അഭിപ്രായം പറയാൻ പാടില്ല. എനിക്ക് ഒരു കാര്യം, വി ഡി സതീശൻ വ്യക്തിപരമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം MLA പോലും അല്ലാത്തൊരു സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി ആകുന്ന സമയത്ത് നടത്തുന്ന ഒരു യാത്രയിൽ അദ്ദേഹം പങ്കെടുത്തു, കണ്ടു, മിണ്ടി എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. നിർമ്മല സീതാരാമനും പിണറായി വിജയനും നടത്തിയ സംഭാഷണത്തിൽ എന്ത് കാര്യമാണ് ചർച്ച ചെയ്തതെന്ന് ഇന്ന് വരെ കേരളത്തിൽ ആർക്കെങ്കിലും അറിയാമോ? താങ്കൾക്ക് അറിയാമെങ്കിൽ താങ്കൾ അത് പറയാമോ? അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടെന്ന്. ഒരാൾ അധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നടത്തുന്ന സെറ്റിൽമെന്റുകളും അഭിപ്രായങ്ങളും സന്ധി സംഭാഷണങ്ങളും ചർച്ചകളും, മറ്റേ ആൾ അധികാര സ്ഥാനത്ത് ഒന്നും ഇല്ലാത്തപ്പോൾ നടത്തിയ അദ്ദേഹത്തിന്റെ യാത്രകൾ, നിങ്ങൾക്ക് അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ആക്ഷേപമുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയാം. നിങ്ങളുടെ കയ്യിൽ അതിൽ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും തെളിവുകളോ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട കാര്യമുണ്ടെങ്കിൽ അതും പുറത്തുവിടാം. ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഇക്കാര്യത്തെ അഡ്രസ് ചെയ്യേണ്ടത്. ഇനി താങ്കൾ ഇപ്പോഴും ഈ ചർച്ച തീരുന്നത് വരെ താങ്കളുടെ അഭിപ്രായം എന്താ? ഈ പറഞ്ഞ KB പ്രദീപ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് മിടുക്കനാണ്, കുഴപ്പമില്ല എന്നാണ്. എനിക്ക് അങ്ങനെയും ഒരു അഭിപ്രായമില്ല.
എനിക്ക് അങ്ങനെയും ഒരു അഭിപ്രായമില്ല. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം മിടുക്കനാണോ മിടുക്കനല്ലേ എന്നുള്ള എൻഡോഴ്സ് ചെയ്യലല്ല പണി. അദ്ദേഹത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു തെറ്റ് സംഭവിച്ചു, അതിൽ ശ്രദ്ധക്കുറവ് സംഭവിച്ചു. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തിന് ഒരു ഫയൽ ആക്സസ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി. തെറ്റ് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് അഭിലാഷ് പറഞ്ഞത്. സംഭവിച്ചിട്ട് തിരുത്തുന്നതിനേക്കാൾ നല്ലത് അതല്ലേന്ന് തീർച്ചയായിട്ടും അഭിലാഷിന്റെ നിരീക്ഷണം കറക്റ്റാണ്. നിങ്ങൾ പറഞ്ഞ വിമർശനം പോസിറ്റീവായിട്ട് എടുക്കുന്നു. അങ്ങനെ സംഭവിക്കാതെ അത് തിരുത്തേണ്ട ഇടപെടുത്താതെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 10-25 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ചില കുറവുകൾ വരുന്നു, ഒരുപാട് ആളുകളുടെ ഫയൽ വരുന്നു. ഇതെല്ലാം കൂലങ്കഷമായി പരിശോധിച്ചിട്ടായിരിക്കില്ല മന്ത്രിമാർ ഒപ്പിടുന്നത്. അതിൽ വന്നിട്ടുള്ള തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. 10 വർഷക്കാലം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സാധിക്കാതിരുന്നത് നിങ്ങൾ ഞങ്ങൾ ഭരിക്കുന്ന കാലത്ത് ചെയ്യണമെന്നാണ് അഭിപ്രായം. വെൽക്കം ചെയ്യാണ്. നിങ്ങൾ ഓരോ ഇഞ്ച് ബൈ ഇഞ്ച് ഓഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടി സംസാരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെയാണ് ചെയ്യുക. അത് അഡ്മിറ്റ് ചെയ്യുവോ, അതിൽ കറക്റ്റീവ് സ്റ്റെപ്സ് എടുക്കുവോ തുടങ്ങിയ കാര്യങ്ങൾ അതായത് സർക്കാരുകൾ ചെയ്യേണ്ട കാര്യമാണ്.